ഇതൊരു ഈവനിങ് സ്നാക്സ് ആണ് കേട്ടോ. നല്ല മഴയും നല്ല പഴുത്ത ചക്കയും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കാറ്റൊക്കെ അങ്ങനെ ആഞ്ഞു വീശുകയാണ് കേട്ടോ ഇവിടെ. മഴ ഇപ്പം പെയ്യുന്നില്ല, കാറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ല കാപ്പി കുടിക്കാനുള്ള മൂടാട്ടോ. നമ്മളെങ്ങനെയാ വെറുതെ കാപ്പി കുടിക്കുക. ഇന്നത്തെ ഇര ഇവനാണേ. നല്ല അടിപൊളി പഴുത്ത ചക്കയാട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളമൊക്കെ കയറിയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. നമുക്കതിനെ മുറിച്ച് ശരിയാക്കിയിട്ട് ഒരു സ്നാക്സ് ഉണ്ടാക്കാം. ഒരു കയ്യിൽ ക്യാമറ പിടിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഇത് ഒരു ചുളയെങ്കിലും പറിച്ചെടുക്കാൻ പറ്റുമെന്ന്. പക്ഷെ സാധിക്കില്ല, വിട്ട് പിരിയാത്ത ബന്ധമാണ്. അപ്പോൾ ക്യാമറ മാറ്റി വെച്ചിട്ട് ഞാൻ നന്നായിട്ട് ഇതൊക്കെ ഒന്ന് പറിച്ചെടുക്കട്ടെ. ആഹാ, ചുളയൊക്കെ നോക്കിക്കേ, നല്ല സ്വർണം പോലെ. ഇത്രയൊന്നും ചക്ക നമുക്ക് വേണ്ട കേട്ടോ, നമുക്ക് ലേശം മതിയേ. കാരണം ഞാൻ മാത്രമേ കഴിക്കുകയുള്ളേ. അപ്പം നോക്കുമ്പോൾ ഇതൊക്കെ മുറിച്ച് വരുമ്പോഴത്തേക്ക് മഴ മാറി കേട്ടോ. കുഴപ്പമില്ല, അടുത്ത മഴ വരുമായിരിക്കും. അത്രയും ചക്കയിൽ നിന്ന് ഇത്ര മാത്രം ചക്ക എടുത്ത് മാറ്റി വെച്ചു. ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കണം. പക്ഷേ മുറിക്കണമെങ്കിൽ നമ്മളുടെ കത്തീനെ ആദ്യം ശരിയാക്കണം. എളുപ്പത്തിൽ എങ്ങനെയാ, ഇങ്ങനെ ചൂടാക്കിയിട്ടാട്ടോ ഞാൻ മുളഞ്ഞ് കളയാറ്. അപ്പം കത്തീൻ്റെ മൂർച്ച പോവും, പിന്നെ അതിൻ്റെ പിടി ലേശം ഒന്ന് ഉരുകിയും പോകാനുള്ള സാധ്യതയുണ്ട്. മൂർച്ച പോകുന്നതിനുള്ള പരിഹാരം നമ്മളെ കയ്യിലുണ്ട്. പിടി ഉരുകി പോയാൽ ചെയ്യാൻ പറ്റുന്ന പരിഹാരം ഇല്ല കേട്ടോ, അത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. ഇനിയിപ്പോൾ ഇത് രണ്ടും മൂർച്ചയും പോവാതെ ഉരുകുമൊന്നും ചെയ്യാതെ എടുക്കണമെങ്കിൽ എണ്ണ തേച്ചിട്ട് വേറൊരു കത്തിയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അരച്ച് ചകിരിയും കൊണ്ട് അരച്ച് അതൊക്കെ കുറേ നേരത്തെ പണിയാണ് കേട്ടോ. ഇതാകുമ്പം എളുപ്പത്തിൽ പണി കഴിയും. ഒന്ന് പൈപ്പിൽ കാണിച്ച് കഴുകി വൃത്തിയാക്കിയാൽ ഇപ്പം ഇങ്ങനെയായേ, അടിപൊളിയായില്ലേ. പക്ഷേ കാര്യമില്ല, മൂർച്ച ഉണ്ടാവില്ല കേട്ടോ. ചൂടാക്കുമ്പോൾ മൂർച്ചയൊന്ന് കുറയും. അതിന് നമുക്ക് ഈ അരം വെച്ചിട്ട് നല്ലോണം ഒന്ന് മൂർച്ചയാക്കാം. ഇങ്ങനെ മൂർച്ചയാക്കി നമ്മളുടെ കത്തിയൊക്കെ തയഞ്ഞ് തീരും കേട്ടോ. അത് വേറൊരു പ്രശ്നം. ഓ, എന്തൊക്കെ പ്രശ്നങ്ങളാ. എൻ്റെ അടുത്ത് വേറെ കത്തി ഉണ്ട് കേട്ടോ, പക്ഷെ ഞാനിപ്പോൾ ഇപ്പം ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഇത് അതുപോലെ വെക്കും. അതുകൊണ്ടാണേ. നമ്മൾ ചക്ക മുറിക്കുന്നതിന് തന്നെ എൻ്റെ മണ്ണിൻ്റെ ഒടിഞ്ഞു തൂങ്ങിയ ചീനച്ചട്ടി എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇത് ഈ ചീനച്ചട്ടിയിൽ ഉണ്ടാക്കുന്ന അവസാനത്തെ ഭക്ഷണമായിരിക്കും. ചീനച്ചട്ടി ചൂടായി വരാൻ കുറച്ച് സമയം എടുക്കൂലേ മണ്ണിൻ്റെ. അങ്ങനെ ചൂടായിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക, പിന്നെ കടുക് പിന്നെ കുറച്ച് 2 വറ്റൽമുളക് മതി. ഇതിപ്പോൾ 3 ഉണ്ട് അല്ലേ, എന്നാൽ 2 3. ഈ വറ്റൽമുളക് നമുക്ക് ഈ ചക്കേൻ്റെ കൂടെ കഴിക്കാനൊക്കെ പറ്റുമേ, വേണമെന്നുണ്ടെങ്കിൽ. അതിൻ്റെ ഇടയിൽ ചീനച്ചട്ടി ചൂടാവുന്ന സമയത്ത് ഞാനിങ്ങനെ ചക്കയൊക്കെ മുറിച്ചിരുന്നു കേട്ടോ. അത് കാണിക്കാൻ മറന്നുപോയി. എങ്ങനെയെങ്കിലും മുറിച്ചാൽ പോരാ, ഇങ്ങനെ കുറച്ച് ഭംഗിയിലൊക്കെ മുറിച്ചാലാണ് ഒരു ഭംഗി ഉണ്ടാവുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇത് മാത്രം പോരാ കേട്ടോ, ഇതിൽ വേണമെങ്കിൽ ഒരു ലേശം കുരുമുളക് പൊടി ഇടാൻ പറ്റുമേ. നമുക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി, പക്ഷേ എന്തായാലും ഇടേണ്ടതാണ് ഉപ്പ്. അത്ര മതി കേട്ടോ, ഒരു കുറച്ചേ ഇടാൻ പാടുള്ളേ, ഒന്ന് ടേസ്റ്റ് മാറാൻ വേണ്ടി മാത്രം. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇതിനി അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത്രേ വേവാൻ പാടുള്ളൂ കേട്ടോ, വേവ് ഒന്നും വേണ്ട. വയനാട്ടിലുള്ളവരൊക്കെ ചക്ക എങ്ങനെയെങ്കിലുമൊക്കെ അകത്താക്കാൻ വേണ്ടി കുറേ വെറുതെ പഴുത്ത ചക്ക തിന്ന് മടുത്ത് പിന്നെ ചക്കയപ്പം ഉണ്ടാക്കും. പിന്നെ ദാ ഇങ്ങനെയൊക്കെ ചക്ക വറവിട്ടിട്ട് കഴിക്കും. ഇത് കണ്ടില്ലേ, പഴുത്ത ചക്ക കഴിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി റിച്ച് ആയില്ലേ. ഇപ്പോൾ നമ്മൾ സീസണൽ ആയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ എങ്ങനെയെങ്കിലും വയറ്റിലെത്തിക്കണം. ഇപ്പം നമ്മളൊരു കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ചക്ക ഉണ്ടാക്കിയത്. എന്നിട്ട് കാപ്പി അവസാനാട്ടോ ആക്കിയത്. നമുക്ക് കാപ്പിയൊക്കെ എടുത്തിട്ട് മുറ്റത്ത് മഴയൊക്കെ ആസ്വദിച്ചിട്ട് കഴിക്കാം. അങ്ങനെ ഞാൻ എടുത്തിട്ട് പുറത്തേക്ക് പോവുകയാണേ. പുറത്തിപ്പോൾ നല്ല മഴയാട്ടോ. അത്ര നേരത്തെ കണ്ട അത്ര കാറ്റില്ലാന്ന് തോന്നുന്നേ. മഴയുണ്ട്, നല്ല മഴയുണ്ട്, കാറ്റില്ല. മണ്ണിൻ്റെ പ്ലേറ്റും ഈ കപ്പും നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, ഒറ്റ കയ്യിലെടുത്ത് വരാൻ.
അങ്ങനെ ഞാനൊരു സ്റ്റൂളിൽ വെച്ച്. പക്ഷെ നടക്കൂല, കൊതുക് സമ്മതിക്കൂല. ഞാൻ വേഗം ഉള്ളിൽ കയറി. നല്ല കൊതുകേടിയാണ്. നമുക്ക് ഉള്ളിലിരുന്നിട്ട് വൈബ് അടിക്കാം. ചക്ക വറവിട്ടതും കട്ടൻ കാപ്പിയും മഴയും. പഴുത്ത ചക്ക ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ. പഴുത്ത പഴമൊക്കെ ഇങ്ങനെ നെയ്യാക്കി കഴിക്കൂലേ, അതൊക്കെ പോലെ.